ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കടുത്ത വിമർശനം. ആത്മവിമർശനവും തിരുത്തലും വേണമെന്ന് അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. വിമർശനങ്ങളോട് അസഹിഷ്ണുത പ്രകടിപ്പിച്ചാൽ പാർട്ടി ഉണ്ടാകില്ല എന്നും അംഗങ്ങൾ പറഞ്ഞു. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെയും വിമർശനം ഉയർന്നിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ ചേരുന്നു വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, സെക്രട്ടേറിയറ്റിലെ വിമർശനം എങ്ങനെ? ഷഫീദ്, രജിത്ത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി അതിലെ പ്രാഥമിക ചർച്ചയാണ് ഇന്ന് ചേർന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നടന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായും ഉയർന്നു വന്നത് ആത്മവിമർശനവും തിരുത്തലും വേണം എന്നുള്ള ഒരു അഭിപ്രായം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നു. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെയും വിമർശനങ്ങൾ ഉയർന്നു. വിമർശനങ്ങളോട് അസഹിഷ്ണുത പ്രകടിപ്പിക്കരുത്, ഇല്ലെങ്കിൽ പാർട്ടി ഉണ്ടാകില്ല എന്നും ചില അംഗങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അഭിപ്രായപ്പെട്ടു. കൂടാതെ കേഡർ വോട്ടുകൾ ചോർന്നെന്നും അഭിപ്രായം ഉയർന്നു. ശക്തി കേന്ദ്രങ്ങളിൽ പോലും വോട്ട് ചോർന്നു. കൂടുതൽ വോട്ട് പോയത് കോൺഗ്രസിലേക്കാണ്, BJP-യിലേക്കും വോട്ട് പോയി. ഇത് ഗൗരവത്തോടെ കാണണമെന്നും ചില അംഗങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. കേഡർമാർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു എന്നും വളരെ ഗൗരവമുള്ള അഭിപ്രായം ഇന്നത്തെ സെക്രട്ടേറിയറ്റിൽ ഉയർന്നിട്ടുണ്ട്. BJP-യിലേക്ക് വോട്ടുകൾ പോകുന്നത് അപകടകരമാണെന്നും കോൺഗ്രസിലേക്ക് പോകുന്ന വോട്ടുകൾ തിരിച്ചുപിടിക്കാമെന്നും അഭിപ്രായം ഇന്ന് പല അംഗങ്ങളും ഉന്നയിച്ചു. BJP-യിലേക്ക് പോകുന്ന വോട്ടുകൾ തിരിച്ചെത്തിക്കണമെങ്കിൽ പാർട്ടി അത്രത്തോളം ബുദ്ധിമുട്ടണം. ഇതടക്കമുള്ള കാര്യങ്ങൾ ഗൗരവതരമായി ചർച്ച ചെയ്യണമെന്നുള്ള വിഷയം കൂടി ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നിട്ടുണ്ട്. പ്രജീൻ, ശരി. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകുകയായിരുന്നു.